സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മീഡിയാവിനോട് സംസാരിക്കുന്നുണ്ട്. ജൂലൈ 19 സ്മാർട്ട് ക്രിയേഷൻസുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം. അവരുടെ സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ചോദിച്ച ഏകദേശം എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ തന്നിട്ടുണ്ട്. പിന്നെ അവർ അഫിഡേവിറ്റ് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ. ദേവസ്വത്തിന്റെ മാനപ്രകാരം അവിടുത്തെ ഈ പറയുന്ന വസ്തുക്കൾ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. അവിടെ വെച്ച് തന്നെയാണ് ഇത് പുതുക്കി പണിയുകയോ സ്വർണ്ണഭൂഷ ചെയ്യേണ്ടത്. പിന്നെ എന്തുകൊണ്ട് അത് ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊടുത്തയച്ചു? അത് വലിയ ചോദ്യമല്ലേ? നിങ്ങൾ എല്ലാ ചോദ്യവും എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ്? ഞാൻ എടുത്തുകൊണ്ട് പോയതാണോ? നിങ്ങളൊരു മാധ്യമ പ്രവർത്തനല്ലേ? ഈ സാധനം ഞാൻ തിരിച്ചു പിടിച്ചു ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഞാൻ മോഷ്ടിച്ചുകൊണ്ട് പോയതാണോ? അവരൊരു മാനുവൽ അനുസരിച്ച് ദേവസ്വം ഉദ്യോഗസ്ഥ ഭാഗത്തും വീഴ്ച വന്നു മന്ത്രി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൊണ്ടുപോയത് നമ്മളൊരു കാര്യം ബാംഗ്ലൂരിൽ കൊണ്ടുവന്നു, അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവന്നു, അങ്ങനെയൊക്കെ നിങ്ങൾ എല്ലാ സ്ഥലത്തും, അതായത് ഞാൻ ഇന്ന് രാവിലെ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ആളാണ്. നിങ്ങൾ ശ്രീരാമപുരത്ത് അമ്പലത്തിലൊക്കെ ഈ സാധനം കൊണ്ടുവന്നു ഈ പറഞ്ഞ ഏകദേശം എല്ലാ മാധ്യമ പ്രവർത്തകരും അന്നിച്ചിട്ടുണ്ട്. ശ്രീരാമപുരത്ത് അത് കൊണ്ടുപോയിട്ടില്ല. അതിനു മുമ്പ് ചെയ്ത ഒരു ഡോറ്, പുതിയതായി ചെയ്ത ഡോറ് അവിടെ കൊണ്ടുവച്ച് ഭക്തരെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തിരിച്ചു കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അത് ഞങ്ങളുടെ കൂടെ വരുന്ന ഒരു സുഹൃത്താണ്. നിങ്ങൾക്ക് അവരെ കുറിച്ചൊക്കെ എല്ലാം ഞാൻ പറയുന്നത് ശരിയാവണമെന്നില്ലല്ലോ. അതൊക്കെ നിങ്ങൾ അല്ലല്ല, ഞങ്ങളെ ടീമിലുള്ള ആള് തന്നെയാണ്. നിങ്ങൾ അവിടെ പോയി അദ്ദേഹത്തിനോട് അന്വേഷിക്കണം, അദ്ദേഹം എന്താണ് പാടുന്നല്ല. ശരിയല്ലേ? എല്ലാ ചോദ്യത്തിനും ദേവസ്വം മെമ്പറിന് പെട്ടെന്ന് സ്വപ്നം തോന്നുന്നു, ആ സ്വപ്നത്തിൽ പലതും കാണുന്നു, അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ അത് അവിടെ ബാംഗ്ലൂർ എത്തിച്ചെന്നൊക്കെ അടക്കം ആ മനുഷ്യൻ 2019 കൊടുത്ത വാർത്തയാണ്. ആ വാർത്ത പബ്ലിക് പ്ലാറ്റ്ഫോമിലുണ്ട്. ഈ സ്വർണ്ണഭൂഷ കൊണ്ടുപോയ പാളി അവിടെ എത്തിയപ്പോൾ 4 കിലോ കുറഞ്ഞതായിട്ട് ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ 4 കിലോ ചെന്നൈയിൽ എത്തുമ്പോൾ പറയുന്നത്? എങ്ങനെയാണ്? എന്താണെന്നറിയോ, ഇതൊന്നും ഇൻവെസ്റ്റിഗേഷനിലേക്ക് കാര്യമാണ്. ഞാൻ കമ്പനിയിൽ എത്തിച്ചതിന്റെ കാര്യം കണക്ക് എല്ലാം നമ്മൾ അവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്താന്ന് പറഞ്ഞാൽ എന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നു വരും. ചോദിച്ച ചോദ്യങ്ങൾ കറക്റ്റായിട്ട് മറുപടി പറയും. എനിക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ പുറത്തോട്ട് പോകണം. നിങ്ങൾ ഈ രീതിയിൽ ക്രൂശിച്ചാൽ, എനിക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ, എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ മാധ്യമ പ്രവർത്തകർക്കും അതിലൊരു പങ്കുണ്ട്. കാര്യം ഒരാളുടെ സ്വകാര്യതയ്ക്ക് അധികം കടന്നു കയറുന്ന ശരിയാണ്. നിങ്ങൾ ചോദിച്ച മറുപടികൾ എല്ലാം മറുപടി തരാൻ ഞാൻ ബാധ്യസ്ഥനല്ല. എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാൻ 1000 ചോദ്യം ഉണ്ടാവും, പറയാൻ പരിമിതി ഉണ്ടാവും. ഈ പീഡത്തിന്റെ കാര്യത്തിൽ പോലും താങ്കൾ കള്ളമാണ് പറഞ്ഞത് പിന്നീട് തെളിഞ്ഞല്ലോ. അതാണ് അതിപ്പോ നിങ്ങൾ ബാക്കി അതിപ്പോ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പറയട്ടെ, ഈ മാധ്യമ പ്രവർത്തനം നിങ്ങൾ നടത്തുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടല്ലോ. അപ്പൊ അവര് ചെയ്യുന്നുണ്ടല്ലോ, ആ ജോലികൾ അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ മറുപടി അവർ കറക്റ്റായിട്ട് അയാളിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ മാധ്യമ പ്രവർത്തനം മുമ്പിൽ ആ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ പറയും, അല്ലെങ്കിൽ ഹൈക്കോടതി വിധി വരുമല്ലോ. എന്തൊക്കെയായിരുന്നാലും ഇതിലിപ്പം ഞാൻ തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ തെറ്റുകാരനാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ചർച്ച ചെയ്യുന്ന വരുന്ന സമയത്ത് ഞാൻ എന്റെ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ എന്താന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിനെ കുറിച്ച് പരസ്യമായിട്ട് മാധ്യമങ്ങളിൽ പറയരുതെന്ന് കോടതി തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടെ ഞാൻ ലംഘിച്ചു എന്നുള്ള ഒരു കാര്യം വരുത്തി അതിനും കൂടെ നിങ്ങൾ എനിക്ക് അവസരം ഉണ്ടാക്കി. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട കാര്യങ്ങൾ മാത്രം ചോദിക്കണം. ബാക്കിയുള്ളത് ഇനി ഇവിടെ നിന്ന സാർ ഞാനൊരു കാര്യം പറയട്ടെ, അതൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇതൊക്കെ എന്നോട് ചോദിച്ച് എന്റെ എന്നുള്ള മറുപടിയാണോ നിങ്ങൾ എഴുതിയെടുക്കുന്നത്? ഇപ്പൊ ഞാൻ പറയുന്നു പിരിവിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ? ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുമോ? അല്ല. അപ്പൊ എന്താണ് അത്? ഇൻവെസ്റ്റിഗേഷൻ ടീം സാർ ഇൻവെസ്റ്റിഗേഷൻ ടീം കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഇന്ന് രാവിലെയും ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. കാര്യം ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ നിങ്ങളുടെ ടീം ശ്രീരാമപുരത്ത് അമ്പലത്തിന്റെ അവിടെ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ എടുക്കണം. അവർ കറക്റ്റായിട്ട് നല്ലൊരു ടീമാണ്. ഒരു കാര്യം, വഴിപാട് വസ്തുക്കൾ രജിസ്റ്റർ രേഖപ്പെടുത്താതെ എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുപോകുക? അതൊന്നും എന്റെ മറുപടി പറയേണ്ട കാര്യം. താങ്കളാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഒരു മൈക്ക് ഞാൻ പിടിച്ചു മാറ്റിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല. നിങ്ങൾ എനിക്കൊരു സാധനം തന്നാൽ ഞാൻ കൊണ്ടുപോകാൻ ബാധ്യതയാണ്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ ഇനി ചോദിച്ചിരുന്നു. കാര്യം ഇപ്പൊ ഇന്നത്തെ കാര്യം നിങ്ങൾ ചോദിച്ചതിനെല്ലാം ഞാൻ മറുപടി വന്നു. ഇനി ഈ വീട്ടിന്റെ ഉമ്മർത്ത് നിന്ന് ഒരു കള്ളനോ കൊലപാതകയോ ഒന്നുമല്ല, എന്റെ പേരിൽ ഒരു ആക്ഷേപം മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ആക്ഷേപത്തിനോട് ഇത്രയും കാര്യം കൂടി നിന്ന് പൊതുമധ്യത്തിൽ നിങ്ങൾ എന്ത് എഴുതി വിട്ടാലും എനിക്ക് വിരോധമില്ല. എന്റെ ഡിഗ്നിറ്റി തിരിച്ചുണ്ടാക്കാൻ എനിക്ക് പറ്റും. പക്ഷേ ഇവിടെ കൂടി നിന്ന് പ്രൈവസിയും കൂടെ കളയിപ്പിക്കുക പ്ലീസ്. അതാണ് എനിക്കിപ്പോ ഈ മാധ്യമ പ്രവർത്തകരോട് എല്ലാവരോടും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറയുന്നത് ദേവസ്വം ബോർഡിനെയും പ്രശാന്തിനെ താങ്കൾ കള്ളനാക്കിയെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. അങ്ങനെയാ? അതിപ്പോ ഞാൻ അതിനെക്കുറിച്ചൊന്നും മറുപടി പറയുന്നില്ല. അദ്ദേഹം അത് മാധ്യമങ്ങളല്ലാതെ പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് താങ്കൾ ദേവസ്വം ബോർഡിനെ താങ്കൾ കള്ളനാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിപ്പോ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരിക്കലും മറുപടി പറയാൻ അല്ലെന്താ ഇനി നിങ്ങൾ
ഞാൻ അന്ന് സ്ഥലത്തില്ലായിരുന്നു. ഞാൻ അന്ന് ചെന്നൈ ഇവിടെ നിന്ന് തിരിച്ചു ശബരിമലയായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ് പ്രധാനപ്പെട്ട വ്യക്തിയൊന്നുമില്ല. ഞാനൊരു സാധാരണക്കാരാണ്. കാര്യം ഈ സ്പോൺസർ ചെയ്തത് പല കാര്യങ്ങൾ ചെയ്തു. അങ്ങാണ് ഈ പറഞ്ഞ പോലെ സാർ, ഇനി നിങ്ങൾ എനിക്ക് ഞാൻ ചോദിക്കാവുന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ഇനി നിങ്ങൾ എന്റെ പുറകിൽ എനിക്കൊരു പ്രഷർ തരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളിലേക്ക് പോകുന്നതും അത് എന്റെ ശരീരത്തിനെ ബാധിക്കും. പ്ലീസ് നിങ്ങൾ പിരിഞ്ഞു പോകണം. പ്ലീസ്. വക്കീലാരാണ് സാർ? അത് നിങ്ങൾക്ക് നിങ്ങൾ ഡെയിലി പറഞ്ഞതാ അല്ല